രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി അഴിമതി ആരോപണങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിനെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള PSC അഴിമതി ആരോപണമാണ് നിലവിൽ മാധ്യമങ്ങൾക്കുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ യാതൊരു പരാതിയും പോലീസിന് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇത്തരത്തിലൊരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലകളിലും അഴിമതി നടക്കുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അഴിമതി നടക്കുന്നുണ്ട്, ആ അഴിമതി നടത്തുന്നവരെ എല്ലാം നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നൊരു വാദം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതോടുകൂടി അഴിമതി നടന്നിട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച് ബാധിക്കപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അനുവാദത്തിന്റെ പുറത്താണ് ഈ അന്വേഷണം നടക്കുന്നത് എന്ന തരത്തിലേക്കുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും PSC അംഗത്വത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പരാതിക്കാരിയായ വനിതാ ഡോക്ടറുടെ ഭർത്താവിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രാഥമിക മൊഴിയെടുപ്പ് നടത്തിയിരിക്കുന്നത്. കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് മുഖ്യമന്ത്രി വാക്കാലാണ് DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. PSC അംഗത്വത്തിനായി 22 ലക്ഷം രൂപ CPM നേതാവായ പ്രമോദ് കോട്ടുളിക്ക് നൽകിയെന്നാണ് പരാതിക്കാരിയായ വനിതാ ഡോക്ടറുടെ ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ 20 ലക്ഷം രൂപ അംഗത്വത്തിനായും 2 ലക്ഷം രൂപ മറ്റ് ചെലവുകൾക്കുമായും നൽകിയെന്നാണ് മൊഴി. കോഴ ആരോപണത്തിൽ പാർട്ടി നടപടിക്ക് പിന്നാലെ പോലീസ് കൂടി ഇടപെട്ടതോടെ വിഷയത്തിന്റെ തലം മാറുകയാണ്. അതേസമയം കോഴ വാങ്ങിയെന്ന് ആരോപിക്കപ്പെടുന്ന കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കോട്ടുളിക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്നാണ് സൂചന. കോഴ ആരോപണം പോലെയുള്ള സംഭവങ്ങൾ വെച്ചുപൊറിപ്പിക്കാനാകില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കുവാൻ സംസ്ഥാന നേതൃത്വം തന്നെ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയെന്നതാണ് പ്രധാന കാര്യം. പ്രമോദ് കാട്ടുളിയെ വൈകാതെ തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് മാറ്റിയേക്കും എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് ഏരിയ കമ്മിറ്റി കൂടി കൃത്യമായ ഒരു നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 ശബ്ദ രേഖകളുണ്ട്. ആ ശബ്ദ സന്ദേശത്തിൽ കോഴിക്കോട്ടെ ഒരു യുവ MLA പേര് കൂടി പറയുന്നുണ്ട്. അത്തരത്തിൽ കോഴിക്കോട്ടെ യുവ MLA പേര് കൂടി വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന കളങ്കം വലുതായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം തന്നെ കോഴിക്കോട് പാർട്ടി കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇത് ഒത്തുതീർപ്പിൽ പരിഹരിക്കുകയും ചെയ്യണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം കർശനമായി തന്നെയുണ്ട്. എന്തായാലും ഇന്നത്തെ കമ്മിറ്റിയിൽ കുറ്റാരോപിതനായ CITU നേതാവും ഏരിയ കമ്മിറ്റി നേതാവും ഒക്കെയായ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധമുള്ള നേതാവിനെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന നടപടിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അല്ലെങ്കിൽ കോഴിക്കോട് ഇപ്പോൾ വലിയ വിഭാഗീയത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം ഇപ്പോൾ 2 തട്ടിലാണ്. അങ്ങനെ വരുമ്പോൾ ശബ്ദ സന്ദേശം എന്തായാലും പുറത്തുവിടും. അത് പാർട്ടിക്ക് വലിയ ക്ഷീണമായി മാറും. തുടർന്ന് MLA അടക്കമുള്ള മറ്റ് പ്രധാന നേതാക്കന്മാരൊക്കെ ചോദ്യചിഹ്നത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടായാൽ പാർട്ടിക്ക് നിലവിലുള്ള ക്ഷീണത്തിന്റെ പുറമേ ഉണ്ടാകുവാൻ പോകുന്ന വലിയൊരു ആഘാതം കൂടിയായിരിക്കും ഈ വിഷയം എന്ന് കൂടിയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തായാലും വാങ്ങിയ പണം തിരികെ നൽകിക്കൊണ്ട് പരാതി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് നീക്കം. അതുകൊണ്ടാണ് പരാതിക്കാർ പോലീസിൽ പരാതിപ്പെടാതെ ഇരുന്നത്. പക്ഷേ നിയമസഭയിൽ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി തീർത്തും അത്തരത്തിൽ PSCയിൽ ഒരു അഴിമതിയെ നടന്നിട്ടില്ല എന്ന് തീർത്തും പറയാതിരുന്നത്. അത്തരത്തിലൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാകണം. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം വകുപ്പ് മന്ത്രിയും ഒക്കെ ആയ മുഹമ്മദ് റിയാസിന് യാതൊരു പങ്കുമില്ല എന്ന് മുഹമ്മദ് റിയാസും സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷും ഒക്കെ തള്ളിപ്പറയുന്നതോടുകൂടി അദ്ദേഹത്തിനെതിരെ യാതൊരു അന്വേഷണം ഉണ്ടാകില്ല. എന്നാൽ പാർട്ടിക്കുള്ളിൽ കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കോഴിക്കോട് ഏരിയ കമ്മിറ്റിയിൽ കാര്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റാരോപിതനായിട്ടുള്ള പ്രമോദ് കോട്ടുളി അടക്കമുള്ള നേതാക്കന്മാരെ പുറത്താക്കുമെന്ന കർശന നടപടി സ്വീകരിക്കുവാനാണ് ഇന്ന് കോഴിക്കോട് ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടാകുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.